Pastors, are you here? All the pastors? I want you to receive this. ഇത് സ്വീകരിക്കുക. Look at me, please. എന്നിലേക്ക് നോക്കുക. I'm prophesying over you. നിങ്ങളുടെ മേൽ പ്രവചിക്കുകയാണ് ഞാൻ. What God showed me. ദൈവം കാണിച്ചത് എന്തെന്ന്? You were created to celebrate God's heaven on earth. നിങ്ങളെ ഓരോരുത്തരെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വർഗം ഈ ഭൂമിയിൽ ആഘോഷിക്കേണ്ടതിനാണ്. You were created. നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത് to rule and reign. അധികാരത്തിൽ വാഴുവാനാണ്. Anything less than rule and reign, it grieves the Holy Spirit. നിങ്ങൾ അതിനേക്കാൾ കുറവാണെങ്കിൽ, വാഴുന്നില്ല എങ്കിൽ, അധികാരത്തിൽ നടക്കുന്നില്ല എങ്കിൽ അത് പരിശുദ്ധാത്മാവിന് വിഷമമുണ്ടാക്കുന്നു. You were created. നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് for victory. ജയത്തിന് വേണ്ടിയിട്ടാണ്. You are positioned in the spirit realm. നിങ്ങൾ ആത്മാവിന്റെ തലത്തിൽ to be owners of this earth. ഈ ലോകത്തിലെ ജയിച്ച് വാഴുന്നവരായിരിക്കുവാനാണ്, അതിന്റെ ഉടമസ്ഥരാകുവാനാണ്. You were designed. നിങ്ങളെ ദൈവം സൃഷ്ടിച്ചത് to rule and reign. അധികാരത്തിൽ വാഴുവാൻ. to have authority. നിങ്ങൾക്ക് അധികാരത്തിൽ നടക്കുവാനാണ്. You were created. നിങ്ങളെ സൃഷ്ടിച്ചത് for that purpose. ആ ഒരു ലക്ഷ്യത്തിലാണ്. Pastors, receive this word. ഈ വചനം സ്വീകരിക്കുക. What you speak, നിങ്ങൾ എന്ത് സംസാരിക്കുന്നു, will happen. അത് നടക്കുക തന്നെ ചെയ്യും. What you pray, നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നു, will happen. അത് നടക്കുക തന്നെ ചെയ്യും. What you preach, നിങ്ങൾ എന്ത് പ്രസംഗിക്കുന്നു, will happen. അത് നടക്കും. What you counsel, നിങ്ങൾ എന്ത് ഉപദേശം കൊടുക്കുന്നുവോ, will happen. അത് സംഭവിക്കും. I'm prophesying over Cornerstone. കോർണർസ്റ്റോൺ സഭയുടെ മേൽ ഞാൻ പ്രവചിക്കുകയാണ്. വിശ്വാസമുള്ളവർ ഏറ്റെടുക്കാം. From today, ഈ നാൾ തൊട്ട്, from today, ഈ നാൾ തൊട്ട് supernatural will be natural in your life. അസാധാരണമായത് സാധാരണമായി കാണപ്പെടും. Supernatural, അസാധാരണമായത് supernatural. ദൈവികം, ദിവ്യമായത്. Businessmen, ബിസിനസ് ഉള്ളവര് supernatural. അസാധാരണമായി ദൈവികമായത്. Your business, നിങ്ങളുടെ ബിസിനസ്സുകൾ will be naturally supernatural. സാധാരണമായി അസാധാരണമായി തീരും. Your turnover, നിങ്ങളുടെ വരവ് this coming year will be 3 times more than all the years. ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ 3 ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയാണ്. If there is any barren woman here, ഇവിടെ ആർക്കെങ്കിലും ഗർഭമില്ലാത്ത അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ടെങ്കിൽ stand up. എഴുന്നേറ്റ് നിൽക്കുക. This day, next year, you will have a baby. അടുത്ത വർഷം ഈ ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകും. ആമേൻ. In the name of Jesus, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ cancers vanish. ക്യാൻസറുകൾ നീങ്ങിപ്പോകട്ടെ. Tumors vanish. മുഴകൾ നീങ്ങിപ്പോകട്ടെ. Sicknesses go. രോഗങ്ങൾ മാറിപ്പോകട്ടെ. By your stripes we are healed. യേശുവിന്റെ അടിപ്പിണറുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. God is supernatural. ദൈവം അസാധാരണമാണ്. Experience heaven on earth is supernatural. ഈ സ്വർഗത്തെ ഭൂമിയിലേക്ക് ആസ്വദിക്കുന്നത് അതും righteousness, joy and peace is supernatural. ഹല്ലേലൂയ. നീതിയും സമാധാനവും സന്തോഷവും അത് അസാധാരണമാണ്. Heaven touching earth is supernatural. സ്വർഗം ഭൂമിയിലേക്ക് വരുന്നത് അസാധാരണമാണ്. Is Pastor Rajesh here? All the pastors, listen to this. പാസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക. Listen to this, powerful. Because of you, നിങ്ങൾ ഓരോരുത്തരും പാസ്റ്റർമാർ കാരണം heaven touches on earth because of you. സ്വർഗം ഭൂമിയെ സ്പർശിക്കുന്നത് പാസ്റ്റർമാർ കൊണ്ടാണ്. God is supernatural. ദൈവം അസാധാരണമാണ്. Kingdom is supernatural.
ഓ ദൈവത്തിന്റെ രാജ്യം അസാധാരണമാണ്. Righteousness, joy is supernatural. ഓ നീതിയും സമാധാനവും സന്തോഷവും Heaven on അസാധാരണമാണ്. earth is supernatural. ഓ സ്വർഗം ഭൂമിയിലായിരിക്കുന്ന അസാധാരണമാണ്. How will you experience heaven? നിങ്ങൾ എങ്ങനെ സ്വർഗത്തെ ആസ്വദിക്കും? How will people know what is in heaven? സ്വർഗം എങ്ങനെയാണെന്ന് ജനങ്ങൾ എങ്ങനെ അറിയും? Only when they see you. നിങ്ങളെ കാണുമ്പോൾ ആയിരിക്കണം. Because you carry, നിങ്ങളെ നിങ്ങൾ ചുമക്കുന്നത്, നിങ്ങൾ ചുമക്കുന്നത് heaven inside of you. സ്വർഗം നിങ്ങളുടെ ഉള്ളിലാണ്. Are you ready? തയ്യാറാണോ? If I am here, ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിൽക്കുന്നു. this is Garden of Eden. ഇത് ഏദൻ തോട്ടമാണെങ്കിൽ, This is Garden of Eden. ഇത് ഏദൻ തോട്ടമാണെന്ന് വിചാരിക്കുക. This is earth. അത് ഭൂമിയാണ്. Where am I? എവിടെയാണ് അദ്ദേഹം? Where am I? ഗാർഡൻ ഓഫ് ഈഡൻ. I'm in Cochin. Hello. Where am I? Garden of Eden. ആമേൻ. ഏദൻ തോട്ടത്തിലാണ് അദ്ദേഹം. Where am I? ഭൂമിയിൽ. On the earth. Don't miss this revelation. ഈ വെളിപ്പാട് നിങ്ങൾക്ക് In Garden of Eden, ഏദൻ തോട്ടത്തിൽ everything is supernatural. അവിടെ എല്ലാം അസാധാരണമായിരുന്നു. God is spirit. ദൈവം ആത്മാവാകുന്നു. Adam is spirit. ആദം ആത്മാവനാണ്. Everything God created is spirit realm. ആത്മീയ തലത്തിലാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചത്. In Garden of Eden, ഏദൻ തോട്ടത്തിൽ Adam is spirit man. ആദം ആത്മീയ മനുഷ്യനായിരുന്നു. Write this down. ഇത് എഴുതിയെടുക്കുക. He had three things in heaven. അവന് 3 കാര്യം സ്വർഗത്തിലുണ്ടായിരുന്നു. Number 1, ഒന്നാമത്തെ കാര്യം fellowship of the Holy Spirit. പരിശുദ്ധാത്മാവുമായിട്ടൊരു കൂട്ടായ്മ. When you fellowship with the Holy Spirit, നമ്മൾ ഓരോരുത്തരും കൂട്ടായ്മ പരിശുദ്ധാത്മാവുമായി ആചരിക്കുമ്പോൾ you get the second thing. രണ്ടാമത്തെ കാര്യം നമുക്ക് കിട്ടും. You get the authority of God. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള അധികാരവും ശക്തിയും കിട്ടുന്നു. How do you get authority? അധികാരവും ശക്തി എങ്ങനെ കിട്ടുന്നത്? By wisdom of God. ദൈവത്തിന്റെ ജ്ഞാനത്താലാണ്. So when you have the authority of God, നിങ്ങൾക്ക് ദൈവത്തിന്റെ അധികാരമുള്ളപ്പോൾ you get the third thing. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് വരും. You get the abundance of God. ദൈവത്തിന്റെ സമൃദ്ധി നമ്മിലേക്ക് കടന്നു വരും. Now think about this. ഇത് ചിന്തിക്കുക. How big is Garden of Eden? ഏദൻ തോട്ടം എത്ര വലുതാണ്? East of Cochin. East of Cochin. How big? How big could be Garden of Eden? എത്രയാണ് ഏദൻ തോട്ടത്തിന്റെ വലിപ്പം? എത്രയായിരിക്കും? It's not like our municipal garden. Hello. നമ്മളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന അല്ലെ മുനിസിപ്പാലിറ്റിയുടെ തോട്ടം പോലെ അല്ല. It's not like our coffee garden. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന തോട്ടം പോലെ അല്ല. How big is Garden of Eden? സ്വർഗത്തിലെ ഏദൻ തോട്ടം എത്ര വലുതാണ്? East of Cochin. ഈസ്റ്റ് കൊച്ചിയുടെ പടിഞ്ഞാറ് വശം. East of India. കിഴക്ക് വശം. East of the globe. ലോകത്തിന്റെ കിഴക്ക്. East of the universe. ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ East of galaxy. It's big. അത് വളരെ വലുതാണ്. Government of God is not like government of India. ദൈവത്തിന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് പോലെ അല്ല. How is our government? നമ്മുടെ ഗവൺമെന്റ് എങ്ങനെയാണ്? After the flood comes, they will clean the gutter. വെള്ളപ്പൊക്കം ഉണ്ടായി കഴിയുമ്പോഴാണ് അവരവിടെയൊക്കെ ശുദ്ധീകരിക്കുന്നത്. After the population increase, they build the city. ജനങ്ങൾ പെരുകാൻ തുടങ്ങുമ്പോഴേക്കും അവര് കൂടുതൽ സിറ്റി ഉണ്ടാക്കും. But God's government is not like that. ദൈവത്തിന്റെ ഗവൺമെന്റ് അങ്ങനെയല്ല. God's government is already planned. ദൈവത്തിന്റെ ഗവൺമെന്റ് ഇതിനു മുമ്പേ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. How big? എത്ര വലുതാണ്? How big? എത്ര വലുതാണ്? How big is Garden of Eden? ഏദൻ തോട്ടം എത്ര വലുതാണ്? Listen to this. ഇത് ശ്രദ്ധിക്കുക. From Adam, ആദത്തിൽ നിന്നും till today, ഇന്ന് വരെ 19th of April 2018. 2018 From ദിവസം, Adam, ഏപ്രിൽ ദിവസം, from Adam ആദത്തിൽ നിന്നും till today, ഇന്ന് വരെ gather all the people.
ഇതുവരെയുള്ള എല്ലാ മനുഷ്യരെ എടുക്കുക, they can all be in Garden of Eden. അവരെല്ലാവരും ഏദൻ തോട്ടത്തില് അവരെ വഹിക്കാൻ തക്കവണ്ണം. Are you with me? Don't miss this. ഇത് നഷ്ടപ്പെടരുത്. When Adam sinned, ആദം പാപം ചെയ്തപ്പോൾ from spirit man, he became spirit of man. ആത്മീയ മനുഷ്യനിൽ നിന്ന് മനുഷ്യന്റെ ആത്മാവായി മാറിയവൻ. So now, എന്നാൽ ഇപ്പോൾ Adam has spirit, ആദത്തിന് ഇപ്പോൾ ആത്മാവുണ്ട്, he has mind, അവനൊരു മനസ്സുണ്ട്, and he lives in the body. അവൻ ശരീരത്തിൽ വസിക്കുന്നു. Did you bring your spirit with you today? നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടോ? Pastors, no. Did you bring your spirit with you? യെസ്. Did you bring your mind with you? ആത്മാവ് മനസ്സ് കൊണ്ടുവന്നോ? Who carried your spirit? നിങ്ങൾ ആത്മാവിനെ ആരാ കൊണ്ടുവന്നത്? നിങ്ങളുടെ ആത്മാവിനെ This body carried. ഈ ശരീരം, നമ്മുടെ ഈ ശരീരമാണ് നമ്മുടെ ആത്മാവിനെ കൊണ്ടുവന്നത്. Are you with me? അവർക്ക് മനസ്സിലാവുന്നുണ്ടോ? Don't miss this. ഇത് ശ്രദ്ധിക്കുക. In this side of Garden of Eden ഏദൻ തോട്ടത്തിന്റെ ഈ വശത്ത്, and this side of the earth, ഭൂമിയുടെ ആ വശത്തും, they're two different worlds. അത് രണ്ടും രണ്ട് വ്യത്യസ്ത മേഖലകളാണ്. Don't miss. So if you ask angel in heaven, സ്വർഗത്തിലെ മാലോകയോട് നിങ്ങൾ ചോദിക്കുകയാണ്, do you know traffic jam in Cochin? കൊച്ചിയിലുള്ള ഈ ട്രാഫിക് ജാം അറിയാമോ എന്ന് ചോദിച്ചാൽ, The angel will say, I know jam, but I don't know traffic jam. ഇതുപോലത്തെ ഒരു ട്രാഫിക് ജാമിനെ കുറിച്ച് കേട്ടിട്ടില്ല, ജാം എനിക്കറിയാന്ന് പറയും. Hello. Are you with me? Now don't miss this. All who've come from here to here, they do not know what happens here. ഏദൻ തോട്ടത്തിൽ നിന്നും ഭൂമിയിലേക്ക് കടന്നു വന്നവർക്ക് എന്താ ഇവിടെ സംഭവിക്കുന്നത് അറിയത്തില്ല. This is the message for Good Friday. ഓ, ഇത് ദുഃഖ വെള്ളിയാഴ്ചയുടെ അല്ലെങ്കിൽ നല്ല വെള്ളിയാഴ്ചയുടെ ഒരു When Jesus came from here to here, യേശു ഏദൻ തോട്ടത്തിൽ നിന്നും ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ Mary and Martha say, മേരിയും മാർത്തായും പറഞ്ഞു, Jesus, യേശുവേ, where are you? നീ എവിടെയായിരുന്നു? My brother is dead. എന്റെ സഹോദരൻ മരിച്ചിരിക്കുന്നു. Where are you? നീ എവിടെയായിരുന്നു? Where are you? നീ എവിടെയായിരുന്നു? And Jesus says, യേശു പറഞ്ഞു, dead? മരിച്ചോ? What is dead? മരണം എന്താണ്? Because the one who comes from heaven doesn't know what is dead. ഓ, സ്വർഗത്തിൽ നിന്ന് വരുന്നവർക്ക് മരണം എന്താന്ന് അവർക്ക് അറിയത്തില്ല. He says he's sleeping. യേശു പറഞ്ഞത് അവൻ ഉറങ്ങുന്നു. In heaven, സ്വർഗത്തിൽ there's no cancer. ക്യാൻസർ ഇല്ല, There's no sickness. രോഗങ്ങളില്ല, There's no sin. പാപമില്ല, There's no depression. അവിടെ ഡിപ്രഷൻ ഇല്ല, There's nobody orphan. അവിടെ അനാഥരില്ല, There's no poverty. അവിടെ ദാരിദ്ര്യമില്ല, There's only riches in glory. അവിടെ മഹത്വവും സമ്പന്നതയും മാത്രമേ ഉള്ളൂ. അവിടെ Why did Jesus come? യേശു എന്തിനാ വന്നത്? Why did Jesus come? യേശു എന്തിനാ വന്നത്? Jesus came യേശു വന്നത് to restore that was lost by Adam. ആദത്തിന് നഷ്ടപ്പെട്ടു പോയത് പുനഃസ്ഥാപിക്കാനാണ് യേശു വന്നത്. Why did Jesus come? യേശു എന്തിനാ വന്നത്? Not to make you Christian. നിങ്ങളെ ക്രിസ്ത്യാനികളാക്കാനല്ല. Why did Jesus come? യേശു വന്നത് എന്തിനാണ്? Because Adam lost the fellowship of the Holy Spirit. ആദത്തിന് നഷ്ടപ്പെട്ടു പോയത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. Without Holy Spirit, പരിശുദ്ധാത്മാവ് ഇല്ലാതെ you have no authority. നമുക്ക് അധികാരമില്ല. Without authority, അധികാരമില്ലാതെ you cannot have abundance. നിങ്ങൾക്ക് സമൃദ്ധിയില്ല. You need the presence of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. Come on! ആമേൻ. So what should I do and you do? ഞാനും നിങ്ങളും പിന്നെ എന്ത് ചെയ്യണം? Adam ആദം had fellowship of the Holy Spirit.
പരിശുദ്ധാത്മാവുമായിട്ട് ഒരു കൂട്ടായ്മ He had the ഉണ്ടായിരുന്നു. love of God. ദൈവത്തിന്റെ He സ്നേഹത്തിലാണ് had the നടന്നത്. grace of Yeshua. ദൈവത്തിന്റെ യേശുവിന്റെ കൃപയുണ്ടായിരുന്നു. All three were there. അത് മൂന്നും ഉണ്ടായിരുന്നു. One more. ഒരു കാര്യം കൂടി. Are you ready? നിങ്ങൾ തയ്യാറാണോ? Pastors, listen to this. പാസ്റ്റർമാർ ശ്രദ്ധിക്കുക. In Garden of Eden, ഏദൻ തോട്ടത്തിൽ Adam never worked. ആദത്തിന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. Only God worked. ദൈവമാണ് പ്രവർത്തിച്ചത് അവിടെ എല്ലാം. That's why he said, അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, my yoke is light and easy. എന്റെ നുകം മൃദുവും ഭാരം കുറഞ്ഞതുമാണെന്ന്. Ministry is not a pain. ഓ, ശുശ്രൂഷ എന്ന് പറയുന്നത് വലിയൊരു ഭാരമല്ല, വേദനയല്ല. Loving Jesus is not a pain. ഓ, യേശുവിനെ സ്നേഹിക്കുന്നത് ഒരു വേദനാജനകമായ കാര്യമല്ല. Saying no to sin is not a pain. പാപത്തോട് വേണ്ട എന്ന് പറയുന്നത് ഒരു ഭാരമുള്ള അല്ലെങ്കിൽ വേദനയുള്ള കാര്യമല്ല. Saying yes to Jesus is not a pain. യേശുവിനോട് അതെ എന്ന് പറയുന്നത് വേദനിക്കുന്ന ഒന്നല്ല. That's what the scripture says. ദൈവവചനം അതാണ് പറയുന്നത്. Enter into his rest. ഓ, അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്നാണ് ദൈവവചനം പറയുന്നത്. On this Good Friday, ഈ ഗുഡ് ഫ്രൈഡേ നാളിൽ, ഗുഡ് ഫ്രൈഡേ നാളിൽ I prophesy ദൈവത്തിന്റെ പ്രവചനം in the name of Jesus. യേശുവിന്റെ നാമത്തിൽ Everyone will walk in the supernatural realm of the fellowship of the Holy Spirit. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലിലേക്ക് നടന്നു വരും. Write this down. ഇത് എഴുതി വെക്കുക നിങ്ങൾ. John chapter 8, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം verse 1 and 2. 1-2 വാക്യം. അതിരാവിലെ അദ്ദേഹം വീണ്ടും ദേവാലയത്തിലെത്തി. ജനങ്ങൾ അദ്ദേഹത്തിന്റെ ചുറ്റും വന്നുകൂടി. അവിടെ നിന്ന് അവരെ ഉപദേശിക്കാനിരുന്നു. Okay, write this down. ഇത് എഴുതി വെക്കുക. Look at my hand. എന്റെ കരത്തിലേക്ക് നോക്കുക. അദ്ദേഹത്തിന്റെ Everybody, കരത്തിലേക്ക്, pastors, leaders, look at my hand. ആ കരത്തിലേക്ക് നോക്കുക. This is powerful. ഇത് ശക്തിയേറിയ ഒന്നാണ്. Early in the morning, അതിരാവിലെ Jesus യേശു went to the mountain ആ പർവ്വതത്തിന്മേൽ കയറി. and then he went to the temple. അതിനുശേഷം അദ്ദേഹം ആലയത്തിലേക്ക്, ദേവാലയത്തിലേക്ക് കടന്നു വന്നു. Going to the mountain is your intimate relationship with the Father. പിതാവുമായിട്ട് ഒരു വലിയ കൂട്ടായ്മ ആചരിക്കലാണ് ആ പർവ്വതത്തിലേക്ക് കയറി പോകുന്നത് സൂചിപ്പിക്കുന്നത്. Going to the temple ആ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നത് is your commitment to the house of God to build faith of each other. നിങ്ങളുടെ സമർപ്പണം അത് കാണിക്കുകയാണ്, അന്യോന്യം വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ. Come, let us go to the house of God. വരൂ, നമുക്ക് ദൈവ ഭവനത്തിലേക്ക് പോകാം. I was glad when they said to me, let's go to the house of God. ഓ, അവർ നമുക്ക് കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അധികം സന്തോഷിച്ചു. House of God is required to build our faith. ദൈവ ഭവനം ആവശ്യമാണ് നമ്മുടെ വിശ്വാസത്തെ വലുതാക്കാൻ. But if you want to walk in the supernatural, എന്നാൽ നമുക്ക് ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ എക്സ്ട്രാ ഓർഡിനറി if you want the fellowship of the Holy Spirit, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ വേണമെങ്കിൽ, if you want to walk in the 9 gifts of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ 9 ദാനങ്ങളിൽ നടക്കണമെങ്കിൽ, if you want the 9 fruits of the Holy Spirit, 9 ഫലങ്ങളിൽ നടക്കണമെങ്കിൽ, it's all supernatural. അതെല്ലാം What is the അസാധാരണമാണ്. key? What is the key? അതിന്റെ താക്കോൽ എന്താണ്? Is to go on the mountain top. ഈ മലമുകളിലേക്ക് കയറി പോകുന്നതെന്നാണ്. ഹല്ലേലൂയ. Matthew chapter 5 verse 1. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം. Jesus യേശു saw the crowd ജനക്കൂട്ടത്തെ കണ്ടു, and yet he went on the mountain. എന്നിട്ടും അദ്ദേഹം പർവ്വതത്തിലേക്ക് കയറിപ്പോയി. Look at me, look at me, look at me. ഇതിലേക്ക് നോക്കുക. What is crowd? ഈ കൂട്ടം, ജനക്കൂട്ടം എന്താണ്? Activity, അവിടെ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സംഭവങ്ങൾ, ministry, ശുശ്രൂഷ, your home, your family, your business. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ബിസിനസ് എന്നിവയാണ് ഈ കൂട്ടം. How many of you know that needs time? അതിന് സമയം വേണമെന്ന് എത്ര പേർക്ക് അറിയാം? No. Yes or no? Hello? Are you with me?
taking care of the older family members at home, it takes time. നമ്മുടെ വീട്ടിൽ വൃദ്ധരായിട്ടുള്ളവരെയൊക്കെ നോക്കുവാനും അവരെയൊക്കെ പരിചരിക്കുവാനും സമയം ആവശ്യമാണ്. But between all of that, Jesus made a decision. He never compromised his time on the mountain. ഇതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഈ പർവ്വതത്തിലേക്ക് കയറിപ്പോയി ദൈവമായിട്ടൊരു കൂട്ടായ്മ ആചരിക്കുന്നതിൽ വിട്ടുവീഴ്ച കാണിച്ചില്ല. Look at the scripture. ദൈവത്തിന്റെ വചനം നോക്കുവിൻ. I love this. Read verse 1. ഒന്നാം വാക്യം വായിച്ച്. ജനക്കൂട്ടത്തെ കണ്ട് യേശു ഒരു മലയിലേക്ക് കയറി അവിടെ ഇരുന്നു. What does it say? His disciples came after him. യേശുവിന്റെ പിന്നാലെ അവന്റെ ശിഷ്യന്മാരും കടന്നു ചെന്നു. Who are the disciples? ശിഷ്യന്മാരാരായിരുന്നു? Are not the one who come to temple. അത് ആലയത്തിലേക്ക് കടന്നു വന്നവരല്ല. ആമേൻ. Pastor Rajesh is there to pray for us. പലരും വിചാരിക്കുന്ന അങ്ങനെയാണ്, പാസ്റ്റർ രാജേഷ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടല്ലോ. You live on his anointing. അദ്ദേഹത്തിന്റെ അഭിഷേകത്തിന് കീഴിൽ നമ്മൾ നിൽക്കാനാണ് നോക്കുന്നത്. But God wants you to take you directly in fellowship with the Holy Spirit. എന്നാൽ ദൈവത്തിന് ആവശ്യം നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ആചരിക്കാനാണ്. Because one pastor Rajesh cannot change India. ഒരു പാസ്റ്റർ രാജേഷിന് നമ്മുടെ ഈ ഭാരതദേശം മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല. God wants to raise tens of thousands of Rajeshes in Cornerstone ministry. ഇതുപോലെ രാജേഷുകളെ ദൈവത്തിന് ഈ കോർണർസ്റ്റോൺ മിനിസ്ട്രിക്കകത്തുനിന്ന് 10ഉം 100ഉം 1000ഉം 10,000ങ്ങളെ ഉയർത്തണം. Everyone will be a preacher. എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും വചനപ്രകാശം. Everybody will be signs, wonders, miracles. എല്ലാവരും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടത്തും. Your business will be your pulpit to preach the gospel. നിങ്ങളുടെ ബിസിനസ്സുകളിലായിരിക്കും നിങ്ങൾ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. Your home will be the pulpit to preach the gospel. നിങ്ങളുടെ ഭവനങ്ങളെ വചനം പ്രഘോഷിക്കുന്ന സ്ഥലങ്ങളായി മാറും. Your family will be a pulpit to preach the gospel. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ വചനം പ്രഘോഷിക്കുന്നവരായി മാറും. I prophesy ഇപ്പോൾ ആ പ്രവചനം in Jesus' name. ഏറ്റെടുക്കുക. The new season of revival has come to Cornerstone. Yes. ദൈവത്തിന്റെ ഒരു പുതിയ ഉണർവിന്റെ ഒരു കാലം കോർണർസ്റ്റോണിലേക്ക് കടന്നു വരികയാണ്. Pastor, you got to break this building and expand it. ഈ കെട്ടിടമൊന്നും തികയത്തില്ല, അതുകൊണ്ട് ഇത് പൊട്ടിച്ച് വലുതാക്കേണ്ടി വരും. I'm telling you. ഹല്ലേലൂയ, ആമേൻ. If everyone, ഇവിടെയുള്ള ഓരോരുത്തരും today you are going to hear the message. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. If you do what the Holy Spirit is telling you, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ angels will chase after you to do what. ദൂതന്മാർ നിങ്ങളുടെ പിന്നാലെ വരും, ദൈവത്തിന് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിക്കണം എന്നുള്ളത് ചെയ്യുവാൻ. Angels will be waiting for divine order. പരിശുദ്ധാത്മാവില് കൂട്ടായ്മയിൽ നടന്നാൽ ദൂതന്മാർ നിങ്ങൾക്കായിട്ട് കടന്നു വരും ദൈവത്തിന്റെ കൽപ്പനയുമായിട്ട്. God is going to raise women ministry in the church all over Kerala. കേരളത്തിലേക്ക് മുഴുവനായിട്ട് ഇവിടെ നിന്നും സ്ത്രീകളുടെ ഒരു ശുശ്രൂഷ ദൈവം ഉയർത്തുകയാണ്. People have heard Catherine Kuhlman. കാത്തറിൻ കുൾമൻ എന്ന ദൈവദാസിയെ കുറിച്ച് ജനം കേട്ടിട്ടുണ്ട്. People have heard Joyce Myers. ജോയ്സ് മയറിനെ കേട്ടിട്ടുണ്ട്. But God is going to raise Joyce Meyer, Catherine Kuhlman of India from here. ഇവിടെ നിന്നും ജോയ്സ് മയറുകളെയും കാത്തറിൻ കുൾമാനുകളെയും ദൈവം ഇവിടെ നിന്നും ഉയർത്തുക തന്നെ ചെയ്യും. Women preachers. സ്ത്രീകൾ പ്രസംഗിക്കുന്നവർ. Women evangelists. ശുശ്രൂഷ ചെയ്യുന്നവർ. Women pastors. പാസ്റ്റർമാര്. Pastor Rajesh. സുവിശേഷകർ. പാസ്റ്റർ രാജേഷ്. You are called to be a radical man of God. ഹല്ലേലൂയ. ദൈവത്തിന്റെ തീക്ഷ്ണതയുള്ള ഒരു വലിയൊരു പാസ്റ്ററായിട്ടാണ്. God is going to raise up women. സ്ത്രീകളെ ഇവിടെ നിന്ന് ഉയർത്തുകയാണ്. Women let loose in the name of Jesus. സ്വതന്ത്രമാകുക ഇവിടുത്തെ സ്ത്രീകൾ യേശുവിന്റെ നാമത്തിൽ. Women let loose in Jesus' name. യേശുവിന്റെ നാമത്തിൽ ലൂസ്. Women let loose in Jesus' name. നിങ്ങളെ തന്നെ സ്വതന്ത്രമാക്കുക. Now you may say, what about us? Are say, what about men? അപ്പോൾ ഇവിടുത്തെ പുരുഷന്മാർ വിചാരിക്കും ഞങ്ങളെ കൊണ്ട് എന്താ, ഞങ്ങളെ കൊണ്ട് ഒന്നുമില്ലേ. Men, ആണുങ്ങൾ, you are already anointed. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അഭിഷേകമുണ്ട്. But hello,
Don't clap because you're anointed. നിങ്ങൾ അഭിഷിക്തരായതുകൊണ്ട് വെറുതെ കൈയടിച്ചോണ്ടിരിക്കണ്ട. But you're sitting down even after being anointed. ഈ അഭിഷേകം കിട്ടിക്കഴിഞ്ഞിട്ട് ചുമ്മാ കുത്തിയിരിക്കുകയാണ്. You got to go out. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. Preach the gospel. യേശുവിന്റെ Heal സുവിശേഷം the sick. പ്രസംഗിക്കണം. Raise the dead. രോഗികളെ സൗഖ്യമാക്കണം. Blind eye open. മരിച്ചവരെ ഉയർപ്പിക്കണം. Supernatural to കണ്ണുകളെ the natural. തുറപ്പിക്കണം. അസാധാരണമായത് സാധാരണമാക്കി കാണിച്ചു കൊടുക്കണം. Are you ready? റെഡിയാണോ? Are you ready? Hello. Now don't miss this. This is powerful. ഇത് വളരെ ശക്തമാണ്. Jesus went on a mountain. യേശു മലമുകളിലേക്ക് കയറിപ്പോയി. Then he went to temple. അതിനുശേഷം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. What does it mean? എന്താണ് അതിന്റെ അർത്ഥം? Just because you go on a mountain doesn't mean you don't come to church. നിങ്ങൾ ഈ മലമുകളിൽ പോകുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഇനി ചർച്ചിലേക്ക് വരണ്ടെന്ന് വിചാരിക്കരുത്. Jesus went on a mountain, യേശു മലമുകളിലും കയറിപ്പോയി. but he also came to the temple. ഈ ദേവാലയത്തിലേക്കും കടന്നു വന്നു. Some of us are so spiritual, we only go on the mountain but never go to the temple. നമ്മളിൽ ചിലരൊക്കെ ഇങ്ങനെയാണ്, ഒരിക്കലും സഭയിൽ കടന്നു വരത്തില്ല, പക്ഷേ മലമുകളിൽ ഒരു കൂട്ടായ്മയ്ക്കായിട്ട് കടന്നില്ല. There are some spiritual people like that. അങ്ങനത്തെ ചില ആളുകളുണ്ട്. Tell somebody, I think he's talking about you now. Hello. അടുത്തുള്ള ആളെ നോക്കി പറ, അത് നിങ്ങളാണോ എന്ന് ചോദിച്ചത്. You have to go on a mountain നിങ്ങൾക്ക് മലമുകളിൽ പോവുകയും വേണം, and you need to go to temple. ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയും വേണം. Now here is the message. എന്നാൽ ഇതാണ് സന്ദേശം, ശ്രദ്ധിക്കുക. When he goes to temple, യേശു ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ who are there? അവിടെ ഉള്ളവരാരാണ്? Levites, അവിടുത്തെ ലേവ്യ പുരോഹിതരുണ്ട്, Pharisees, അവിടെ ഫരിസേയരുണ്ട്, Sadducees. സദുക്കയരുണ്ട്. Fair you see, sad you see, all are there. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. I don't know how you'll do it in സാഡുസി Malayalam. എന്ന് പറഞ്ഞാല് ദുഃഖിച്ചിരിക്കുന്നു, Hello, are you with me? ഒരു മാന്യം സംഭവിച്ചിരിക്കുന്നു. They were all there. അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. Now here is the scripture. എന്നാൽ ഈ വചനം ഇതാ ഇങ്ങനെയാണ്. When the service gets over, ഈ സർവീസ് തീരുമ്പോൾ the priest and the Levites leave immediately ഈ പുരോഹിതരും ലേവ്യരും അപ്പൊ തന്നെ വിട്ടുപോകും. because somebody told them എന്നാൽ ആരോ പറഞ്ഞതുകൊണ്ട് they caught a woman in adultery. അവരോട് ആരോ പറഞ്ഞു, ഒരു സ്ത്രീയെ വേശ്യാവൃത്തിയിൽ പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ All those who are sitting in the temple എല്ലാവരും ഈ ആലയത്തിൽ ഇരിക്കുന്നവരൊക്കെ take the stone കല്ല് എടുത്തടിച്ച് and throw at her. അവിടെ എറിയാനായിട്ട് പോവുക. Look at me, look at me, look at me. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. When you are religious, നിങ്ങൾ ഒരു മതത്തിന്റെ കീഴിലായിരിക്കുമ്പോൾ, when you are spiritual, നിങ്ങൾ ആത്മീയനായിരിക്കുമ്പോൾ, how do you find out whether you are religious or spiritual? നിങ്ങൾ ഒരു മതത്തിന്റെ കീഴിലാണ് അല്ലെങ്കിൽ ആത്മീയനാണെന്ന് എങ്ങനെ തിരിച്ചറിയും? Religious people ഈ മതത്തിന്റെ കീഴിലിരിക്കുന്നവർ will go after the, what do you call that word? Not culprit, the കുറ്റം ചെയ്തവർക്ക് പിന്നാലെ പോകും. the one who is offended. അവിടെ കുറ്റം ആരോപിക്കപ്പെട്ട ആളുടെ മേൽ അവരുടെ പിന്നാലെ പോകും. They will not go after the one who has committed adultery. ഇത് ചെയ്ത ആളുടെ പുറകെയല്ല. ഇപ്പൊ ഒരു വ്യഭിചാരം ചെയ്യുമ്പോൾ ആണും പെണ്ണും കൂടെ ആണെങ്കിലും ആണുങ്ങളുടെ പുറകെയല്ല, ഇവര് പെണ്ണിനെ അന്വേഷിച്ചു പോകും. Religious people will throw stones at the victims. ഹല്ലേലൂയ. അതില് ബുദ്ധിമുട്ട് അനുഭവിച്ചവർ അവരുടെ പുറകെയാണ് ഈ റിലീജിയസ് പീപ്പിൾ പോകുന്നത്. അല്ലെങ്കിൽ They didn't want to find out where is the man. അവർ ആണുങ്ങളുടെ പുറകെ അല്ലെങ്കിൽ വലിയ ആളുകളുടെ പുറകെ പോവുക. Man is responsible. ഇതിന് ആ പുരുഷനും അതിൽ പങ്കാളിയാണ്. How many are with me right now? ഇപ്പോൾ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? Are you with me? Religious people, മതപരമായ ആളുകൾ they'll go after the victim. ഈ വിക്ടിംസ് ആയിട്ട് അനുഭവിച്ച് കഷ്ടത അനുഭവിക്കുന്നവരുടെ പുറകെയാണ് അവർ പോകുന്നത്. Stone her. അവരെ പോയി കല്ലെറിയാൻ. Don't miss this. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. Jesus comes out of the temple. യേശു ദേവാലയത്തിന് പുറത്തേക്ക് വരുന്നു. Verse 6. 6-ാം വാക്യത്തില്, Look at verse 6. 6-ാം വാക്യം. അദ്ദേഹത്തെ കുറ്റം ചുമത്തേണ്ടതിന് എന്തെങ്കിലും തക്ക കാരണം കിട്ടുന്നതിന് അവർ പ്രയോഗിച്ച ഒരു കെണിയായിരുന്നു. John chapter 8. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം verse 5. 5-ാം വാക്യം. 4 and 5. John chapter 8 verse 4 and 5. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 4-ഉം 5-ഉം വാക്യം. യേശുവിനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ത്രീകളെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങെന്തു പറയുന്നു? Look here. ഇവിടെ ശ്രദ്ധിക്കുക.
Who are the religious people? മതപരമായ ആളുകൾ ആരാണ്? Number one, ഒന്നാമത്തെ കാര്യം, they throw stone first at the victim. കുറ്റം ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ ആ കഷ്ടത അനുഭവിക്കുന്നവരുടെ മേൽ കല്ലെറിയുന്നവരാണ്. Number two, രണ്ടാമത്തെ കാര്യം, who are the religious people? ഈ മതപരമായ ആളുകൾ ആരാണ്? They will twist the scripture for their own benefit to trap somebody. ദൈവവചനത്തെ അവരുടെ സൗകര്യത്തിനായി മറ്റുള്ളവരെ കെണിയിൽപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുന്നവരാണ് അവർ. Look at the language. ആ ഭാഷ ശ്രദ്ധിക്കുക. Pastors, don't miss this. പാസ്റ്റർമാർ ശ്രദ്ധിക്കുക. Now Moses in the law commanded us. അവർ പറയാണ്, മോശ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നു ഞങ്ങളോട്. Look at the language. അവരുടെ ആ സംഭാഷണം ശ്രദ്ധിക്കുക. It looks like they're really taking care of Moses' law. അത് എങ്ങനെയാണ്? ഞങ്ങള് മോശയുടെ നിയമത്തെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കുന്നവരാണെന്ന് കാണിക്കുവാനാണ്. Verse 6. 6-ാം വാക്യം. What does it say? അദ്ദേഹത്തെ കുറ്റം ചുമത്തേണ്ടതിന്. Okay, let me say this in English. They said it tempting him to know that they might accuse him. യേശുവിനെ കുറ്റപ്പെടുത്തുവാനായിട്ട് അവരെ പ്രലോഭനം വന്നിട്ട് നോക്കിയതാ ഈ സംസാരത്തിലൂടെ. What is the third sign of religious people? മൂന്നാമത്തെ അടയാളം എന്താണ് ഈ മതപരമായ ആളുകളുടെ കാര്യം? They twist the scripture. അവര് ഈ വചനത്തെ വളച്ചൊടിക്കും. Not to know the truth. അവർക്ക് സത്യം അറിയാൻ വേണ്ടിയിട്ടല്ല, but to accuse. മറ്റുള്ളവരെ കുറ്റം വിധിക്കാനാ. How many with me right now? ഇപ്പോൾ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? Are you all with me? ആമേൻ. Verse 7. Oh, verse 6. 6-ാം വാക്യം. Look at this. അദ്ദേഹത്തെ കുറ്റം ചുമത്തേണ്ടതിന്. Verse 6. എന്തെങ്കിലും തക്ക കാരണം കിട്ടുന്നതിന് Look at Jesus. അവർ പ്രയോഗിച്ച ഒരു കെണിയായിരുന്നു. With his finger he wrote down on the ground. യേശുവാകട്ടെ തന്റെ വിരലെടുത്ത് ആ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. Pastor, are you ready? പാസ്റ്റർമാർ റെഡിയാണോ? Pastors, are you ready? റെഡിയാണോ? I asked the Holy Spirit, പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിച്ചു, teach me, Lord. ഇത് തന്നെ ഒന്ന് പഠിപ്പിക്കണമേ, എന്താണ്? Why did Jesus pick up the finger? ഈ വിരല് യേശു എന്തിനാ ഉയർത്തിയത്? And what did he write? എന്താണ് അവിടെ എഴുതിയത്? And the Holy Spirit showed me. പരിശുദ്ധാത്മാവ് കാണിച്ചത്. He said, son, മകനെ, they were quoting Moses. അവര് മോശയെയാണ് അവര് എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത്. They were quoting to accuse my son. ദൈവത്തിന്റെ പുത്രനെ കുറ്റം വിധിക്കുവാൻ അവര് മോശയുടെ വചനം എടുത്തു വെച്ച് പറയുക. So I told my son, ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, reveal yourself now. ഈ സമയം നിന്നെ തന്നെ വെളിപ്പെടുത്തുക. So he picks up a finger അവൻ തന്റെ വിരൽ എടുത്തിട്ട് and he writes cancel. അത് ക്യാൻസൽ ചെയ്യുന്നു. മോശയുടെ നിയമത്തെ ക്യാൻസൽ ചെയ്യുക. Why did he pick up? Wait. Don't miss this revelation. ഇത് ശ്രദ്ധിച്ചു കേൾക്കുക ഈ വെളിപ്പാട്. Why did he pick up the finger? വിരൽ എന്തിനാ യേശു ഉയർത്തിയത്? Because the same finger that wrote 10 commandments is the same finger cancel the law. ഈ ന്യായപ്രമാണത്തെ എഴുതിയ അതേ വിരലാണ് ഈ ന്യായപ്രമാണത്തിലെ നമുക്ക് വിരോധമായിട്ടുള്ളത് വെട്ടിക്കളഞ്ഞത്. The same finger അതേ വിരല് that wrote 10 commandments. ഈ 10 കൽപ്പനകൾ എഴുതിയ അതേ വിരലുകള്. They were quoting 10 commandments. അവര് 10 കൽപ്പനകൾ എടുത്ത് മോശയുടെ കൽപ്പനയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. Now you ask me, who can change the rule of the government or constitution? ഈ ഗവൺമെന്റിന്റെ നിയമം ആർക്ക് മാറ്റാൻ സാധിക്കും? Only government can do it. ഗവൺമെന്റിന് മാത്രമേ അത് പറ്റുള്ളൂ. Is it true? Is it not true? True. Hello. അത് സത്യമാണ്. Oh. നിങ്ങൾ പറ. Is it true? Yes. Come on, I need your help. Is it true? സഹകരിക്കുക എല്ലാവരും. Who gave the law? ആരാണ് ന്യായപ്രമാണം കൊടുത്തത്? God gave the law. ദൈവമാണ് കൊടുത്തത്. Who can cancel it? ആർക്കതിനെ ആ ന്യായപ്രമാണത്തെ ഇല്ലാതാക്കാൻ പറ്റും? Jesus is revealing to them. യേശു അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. You're looking to accuse me, നീ എന്നെ കുറ്റപ്പെടുത്തുവാനാണ് നോക്കുന്നത്. but I have come down from heaven to cancel all that I've written. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഈ ന്യായപ്രമാണത്തെ ക്യാൻസൽ ചെയ്ത് കളയാണ്. Then he says to woman, ഈ സ്ത്രീയോട് നോക്കി പറയുകയാണ്, look at this scripture. അവർ ചോദ്യം തുടർന്നപ്പോൾ Verse 7. 7-ാം വാക്യം. നിവർന്ന് അവരോട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു.
Verse 8. എട്ടാം വാക്യം. അദ്ദേഹം വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. Then, verse 9. അത് കേട്ട കുറ്റബോധത്താൽ ഏറ്റവും മുതിർന്നവൻ മുതൽ എല്ലാവരും ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും അവിടെ നിന്നിരുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ എന്ന് ചോദിച്ചു. Verse 10. He lifted himself up and saw the woman. He said unto her, Woman, where are your accusers? യേശു എഴുന്നേറ്റിട്ട് വേറെ ആരെയും കണ്ടില്ല, ആ സ്ത്രീയെ മാത്രം കണ്ടോളൂ. യേശു ആ സ്ത്രീയോട് ചോദിച്ചത്, നിന്നെ കുറ്റപ്പെടുത്തിയവർ എവിടെയാണ്? Here is a deeper revelation. ഇതൊരു വെളിപ്പാടാണ്. Did she commit adultery? അവള് വ്യഭിചാരം ചെയ്തോ? Yes, she was involved in adultery. അതെ, അവൾ ചെയ്തതാണ്. Did she sin? അവൾ പാപം ചെയ്തോ? Of course she sinned. അവൾ പാപം ചെയ്തവളാണ്. But when Jesus canceled, എന്നാൽ യേശു അതിനെ വെട്ടിക്കളഞ്ഞപ്പോൾ, who is Jesus? യേശു ആരാണ്? His another name is അവന്റെ വേറൊരു പേരെന്തെന്നാൽ the great I am. ഞാനാകുന്നവൻ എന്നാണ്. Here is the revelation. Wait. Don't just clap out of tune. Listen to this. ഇത് ശ്രദ്ധിച്ചിട്ട് കൈകൊട്ടും, because you'll miss the revelation. When the great I am comes, ആ വലിയ ഞാനാകുന്നവൻ വരുമ്പോൾ, the great I am, ആ മഹാ ഞാനാകുന്നവൻ, when the great I am comes in your presence, നിങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ഞാനാകുന്നവൻ കടന്നു വരുമ്പോൾ, you have no past. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ആ പഴയ കാര്യങ്ങളില്ല. ഭൂതകാലം ദൈവം വെട്ടിക്കളയ. When you come before the light, ഈ വെളിച്ചത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, when you come before the light, ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരുമ്പോൾ, the light reflects on the darkness. ആ വെളിച്ചം ആ ഇരുട്ടിന്റെ മേൽ പ്രകാശിക്കുന്നു. So when she came to Jesus, ഈ സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ, there's no past, അവളുടെ കഴിഞ്ഞ കാലം ഇല്ലാതായി. there's no darkness. അവിടെ അന്ധകാരമില്ല. When she came before the righteous one, നീതിമാനായവന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, there is no unrighteousness. അവൾക്ക് നീതികേടില്ല അവിടെ. When she came before the author and the perfecter of her faith, വിശ്വാസത്തിന്റെ പൂർത്തീകരിക്കുന്നവനും അതിനെ തുടക്കമിട്ടവനുമായ യേശുവിന്റെ മുമ്പിലേക്ക് കടന്നു there's no വന്നപ്പോൾ, room. അവിടെ പിന്നെ വേറെ ഒന്നുമില്ല. How many with me right now? എല്ലാവർക്കും എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? I asked the Holy Spirit. പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിക്കുകയുണ്ടായി. Now we're going deeper in the revelation. Don't miss this. ഈ വെളിപ്പാടിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് കടക്കുകയാണ്. Pharisees, ഫരിസേയർ, Sadducees, സദുക്കയർ, Levites, ലേവ്യർ, Jewish people, അവിടുത്തെ യഹൂദ പ്രമാണികൾ, everybody went to the temple, but nobody went on the mountain top. ഹല്ലേലൂയ. ഇവരെല്ലാവരും ദേവാലയത്തിൽ കടന്ന് ചെല്ലുന്ന പതിവുണ്ട്, പക്ഷേ ഇവർക്കാർക്കും മലമുകളിലേക്ക് കയറുന്ന പതിവില്ല. If you are just a church member coming to church week after week, week after week, but you never have the fellowship with the Holy Spirit and Father in the morning worshiping Jesus, നിങ്ങൾ സ്ഥിരമായിട്ട് സഭയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയായിരിക്കാം, എന്നാൽ പരിശുദ്ധാത്മാവും പിതാവുമായിട്ട് ഒരു കൂട്ടായ്മ ഇല്ലാത്തവരാണെങ്കിൽ, so Jesus, യേശു from the crowd, ഈ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും he goes to meet the Father. അവരെല്ലാം വിട്ടേച്ച് പിതാവിനെ കാണുവാൻ പോകുന്നു. Don't miss this. ഇത് ശ്രദ്ധിക്കുക. Father and Son are fellowshipping. ഈ പിതാവും പുത്രനും തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ട്. When they are fellowshipping, അവർ കൂട്ടായ്മ ആചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ he receives infilling of the glory of God. ദൈവത്തിന്റെ മഹത്വം ആ യേശുവിലേക്ക് കടന്നു വരികയാണ്. He receives the mind of God. ദൈവത്തിന്റെ മനസ്സ് യേശു സ്വീകരിക്കുകയാണ്. Who is Jesus? യേശു ആരാണ്? Fully God and is fully man. അവൻ പൂർണ്ണമായും ദൈവമാണ്, എന്നാൽ പൂർണ്ണമായും മനുഷ്യനുമായിരുന്നു. Because he was fully man, പൂർണ്ണമായും മനുഷ്യനായിരുന്നത് കൊണ്ട് he had to come in intimacy with God. ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മ ആചരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. If Jesus had to be on the mountain top,
യേശുവിന് മലമുകളിലേക്ക് കടന്നു പോകണമെങ്കിൽ how much more you and I, we need to be on the അങ്ങനെയാണെങ്കിൽ mountain top. എനിക്കും നിങ്ങൾക്കും എത്ര അധികമായി ഈ കൂട്ടായ്മ ആചരിക്കേണ്ടതുണ്ട്. Now look here. ഇത് ശ്രദ്ധിക്കുക. Jesus and Father are together. യേശുവും പിതാവും അടുത്തടുത്ത് നിൽക്കുകയാണ്. So when Jesus comes down, യേശു ഭൂമിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ after fellowship, ഈ കൂട്ടായ്മയ്ക്ക് ശേഷം every day, എല്ലാ ദിവസവും afternoon, evening, whenever, ഉച്ചയ്ക്കായിരിക്കാം രാവിലെ ആയിരിക്കാം എപ്പോഴാണെങ്കിലും when he comes down, അവൻ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ he says, യേശു പറയുന്നത്, Zacchaeus, come down. സക്കയൂസേ നീ താഴേക്ക് വരിക. How does he know Zacchaeus is sitting up? യേശുവിനെ എങ്ങനെ അറിയാം സക്കയൂസിന്റെ മുകളിൽ ഇരിപ്പുണ്ടെന്ന്? Who told him his name is Zacchaeus? യേശുവിനോട് ആര് പറഞ്ഞു അവന്റെ പേര് സക്കയൂസ് എന്നാണ്? Only when he fellowshiped with the Father, God showed him the route where he is going, whom he is meeting. അവിടെ ആ ദൈവമായിട്ടുള്ള കൂട്ടായ്മയുടെ സമയത്ത് ദൈവം യേശുവിന് കാണിച്ചു കൊടുക്കുകയാണ് നീ ഇന്ന് പോകുന്ന വഴിയിൽ എന്തൊക്കെയുണ്ട് ആരൊക്കെ ഉണ്ടെന്നുള്ളത്. Jesus said, യേശു പറഞ്ഞു, I do nothing unless the Father reveals. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പിതാവ് വെളിപ്പെടുത്തുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. You, നിങ്ങൾ ഓരോരുത്തരും Nicodemus, നിക്കോദോമസിനെ കണ്ടപ്പോൾ, you, tax collector. ആ ടാക്സ് പിരിക്കുന്നവനെ കണ്ടപ്പോൾ, Jesus would go into different homes പല വീടുകളിലേക്ക് യേശു കടന്നു പോകാറുണ്ട്. because Father would show him. പിതാവ് കാണിച്ചു കൊടുക്കാറുണ്ട്. Now this morning, ഈ ഇന്ന് രാവിലെ when he's fellowshipping, ഈ കൂട്ടായ്മ ആചരിച്ചുകൊണ്ടിരുന്നപ്പോൾ Father can hear the cry of that woman who's being raped. ഈ പിതാവിന് മുമ്പേ തന്നെ കേൾക്കാം ആ സ്ത്രീ, ആ ബലാത്സംഗം ചെയ്യപ്പെട്ട ആ സ്ത്രീയെ കേൾക്കാം. Now you may say, എന്നാൽ ഇപ്പോൾ നിങ്ങൾ പറയും she's a prostitute. അവളൊരു വേശ്യയാണ്. How God heard her prayer? അവൾ എങ്ങനെ, അവളുടെ പ്രാർത്ഥന എങ്ങനെ ദൈവം കേട്ടു? My Bible tells me, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, the broken heart and contrite spirit he will never despise. തകർന്ന മനസ്സും നുറുങ്ങിയ ഹൃദയമുള്ളവരുടെ പ്രാർത്ഥന ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. That woman, ആ സ്ത്രീ when she was raped, അവളെ അവിടെ ബലാത്സംഗം ചെയ്യുമ്പോൾ she must be crying, God, where are you? Help me. അവൾ നിലവിളിക്കുന്നുണ്ടായിരുന്നിരിക്കാം. Look at me, look at me, look at me. ഇത് ശ്രദ്ധിക്കുക. This is another revelation. ഇതൊരു വെളിപ്പാട്. This is not Google search. ഇത് ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിച്ചതല്ല, This is not from somebody's book. വല്ലവരും എഴുതി തന്നതല്ല. This comes by spending time with God alone. ദൈവമായിട്ടൊരു കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ കിട്ടിയതാണ്. And the father says to son, പിതാവ് പുത്രനോട് പറയുന്നത്, do you hear the cry? നീ ആ കരച്ചിൽ കേട്ടോ? Oh, there. Did you hear? അവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ കേൾക്കുന്നുണ്ടോ ആ കരച്ചില്? She is not called to be prostitute. അവള് ഒരു വേശ്യാവൃത്തിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവളല്ല. When I sent her, ഞാൻ ഈ ഭൂമിയിലേക്ക് അവളെ അയച്ചപ്പോൾ, I sent her down അവളെ ഭൂമിയിലേക്ക് അയച്ചത് with an eternal purpose, അവർക്ക് നിത്യമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. so that she will be a witness of your resurrection life. ഓ, നിന്റെ ഉത്ഥാനത്തിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ ഒരു സാക്ഷിയായി അവൾ മാറും. The call of Mary to be a witness of resurrection of Jesus was not when she met Jesus. It was already ordained in the womb when she was born. അവൾ ജനിക്കുന്നതിന് മുമ്പേ അവളുടെ മേൽ ഈ പദ്ധതി ഉണ്ടായിരുന്നു, യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷിയാകുക എന്നുള്ളത്. Your destiny, നിനക്കുള്ള വിധി, your destiny നിന്റെ ലക്ഷ്യം is not because you come to church. ഈ സഭയിലേക്ക് കടന്നു വന്നതുകൊണ്ടല്ല. God has already ordained a destiny for you even before you were born in your mother's womb. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ആകുന്നതിന് മുമ്പേ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ഉദ്ദേശം ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. God has already ordained you. നിന്നെ ദൈവം, God has already called you. നിന്നെ മുമ്പേ വിളിച്ചിരിക്കുന്നു. There's a call of God upon your life. നിന്നെ ദൈവത്തിന്റെ ഒരു വിളിയാൽ ദൈവം വിളിച്ചിരിക്കുന്നു. Only when you meet Jesus, യേശുവിനെ കാണുമ്പോൾ മാത്രമാണ് that call which is dormant, അതുവരെ ഉറങ്ങിക്കിടന്ന അല്ലെ കാണാതെ കിടന്ന ആ വിളി, that call which the devil tries to hide it, ഈ പിശാച് ദൈവവിളി താത്തി ഇടാൻ നോക്കിയത്, the blood of Jesus യേശുവിന്റെ രക്തത്താൽ redeems it from darkness to light.
അന്ധകാരത്തിൽ നിന്ന് അതിനെ സ്വതന്ത്രമാക്കി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. What is the message of Good Friday? ഈ ഗുഡ് ഫ്രൈഡേയുടെ സന്ദേശം What എന്താണ്? does Good Friday do to you and me? ഈ ഗുഡ് ഫ്രൈഡേ എനിക്കും നിങ്ങൾക്കും എന്താണ് Good അർത്ഥമാക്കുന്നത്? Friday is so good, it brings me back to the call of God. ഗുഡ് ഫ്രൈഡേ അത് വളരെ നല്ല ഒരു ഫ്രൈഡേ ആണ്. എന്തെന്നാൽ അത് ദൈവത്തിന്റെ വിളിയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടിരുന്ന There's ഒരു a call of ദിവസമാണ്. God upon your life. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. There's a call of God upon your life. ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവം വിളിച്ചിട്ടുണ്ട്. Every morning എല്ലാം പ്രഭാതത്തിലും we have to go on the mountain top. നിങ്ങൾ മലമുകളിലേക്ക് കടന്നു ചെല്ലേണ്ട ഒരു അനുഭവമുണ്ട്. Pastor, can I take 10 minutes? Can I challenge you? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. Can I challenge you? വെല്ലുവിളിക്കാമോ എനിക്ക് നിങ്ങളെ? Hello. കൈ ഉയർത്തി കാണിക്കാം. I'm not asking offering. I'm asking you, can I challenge you? ഞാനൊരു ഓഫറിങ് അല്ലെങ്കിൽ ഒരു പൈസയല്ല ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു വെല്ലുവിളിക്കുകയാണ്. When I said I challenge you, somebody is holding the pocket. Hello. ചിലർ പോക്കറ്റിലേക്കായിട്ട്. Can I challenge you? എനിക്ക് നിങ്ങളെ വെല്ലുവിളിക്കാമോ? How many want encounter with God every day? യേശുവുമായിട്ട് ദിവസവും ഒരു കൂട്ടിമുട്ടൽ എത്ര പേർക്ക് ആവശ്യമാണ്? Proverbs 8, സദൃശ്യവാക്യം 8 verse 17. 17 വാക്യം. See what the scripture says. ദൈവവചനം എന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. I love them that love me, എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു. and those that love me seek me early. ജാഗ്രതയോടെ എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തുന്നു. How many of you love God? എത്ര പേർ ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട് ഇവിടെ? How many of you love God? ദൈവത്തെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? I thought you'll put both your hands up. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ രണ്ട് കൈ ഉയർത്തുമെന്ന്. Are you ready? നിങ്ങൾ തയ്യാറാണോ? I want to challenge you today. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. Psalm 103, സങ്കീർത്തനം 103 verse 7. 7 വാക്യം. The scripture says, ദൈവത്തിന്റെ വചനം പറയുന്നു, Moses knew the ways of God, but Israel knew the acts of God. മോശയ്ക്ക് ദൈവത്തിന്റെ വഴികൾ അറിയായിരുന്നു, എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെ അറിയത്തുള്ളായിരുന്നു. Look at my steps now. ഈ അവിടെ ശ്രദ്ധിക്കുക. God called Moses and Israel. മോശയും ഇസ്രായേൽ ജനത്തെയും ദൈവം വിളിച്ചു. So Israel went up with Moses ഇസ്രായേൽ ജനം മോശയുടെ കൂടെ കടന്ന് ചെല്ലുകയാണ്. to meet God. ദൈവത്തെ കാണാൻ ചെല്ലുകയാണ്. Because God called them before sunrise, both of them. എല്ലാവരും ദൈവം വിളിച്ചതാ. So when he went up മോശ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ with Israel, ഇസ്രായേലും കൂടെ ചെന്നു. the manna started coming. മന്ന അവിടെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. So what did Israelites do? ഇസ്രായേലുകാർ എന്ത് ചെയ്തു? They gathered manna. അവര് ആ മന്ന പെറുക്കാൻ തുടങ്ങി. They were all gathering manna. മന്ന പെറുക്കാൻ തുടങ്ങി. So much manna, ഒരുപാട് മന്ന, so much, കൂടുതലായിട്ട് എടുത്തു. because they thought God may not give them tomorrow. Let's do it today only. അത് നാളെ കിട്ടുമോ എന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് ഇന്ന് കൂടുതൽ അങ്ങ് വാരിയേക്കാന്ന് വിചാരിച്ചു. Look at me, look at me, look at me. ശ്രദ്ധിക്കുക. Israelites got stuck here. ഇസ്രായേലുകാർ ഈ മന്ന പെറുക്കുന്ന ബഹളത്തില് അവരവിടെ സ്റ്റക്കായി പോയി. But Moses എന്നാൽ മോശ went higher മുകളിലേക്ക് തന്നെ കയറിപ്പോയി. to meet the God who gives manna. ആ മന്ന നൽകുന്ന ദൈവത്തെ കാണുവാൻ മോശ കടന്നു ചെന്നു. If you worship God only for manna, ഈ മന്ന കിട്ടാൻ വേണ്ടി മാത്രമാണ് നാം ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ, my job, my business, my ഓ husband, my എന്റെ ജോലി, baby, എന്റെ ബിസിനസ്, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, my ministry, എന്റെ ശുശ്രൂഷ, my anointing, എന്റെ അഭിഷേകം, my church growth, എന്റെ സഭ വളരണം, my mother-in-law. എന്റെ അമ്മായിയമ്മ. You said mother-in-law? യെസ്. Hallelujah. Are you with me? എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? Hello. That is manna. അതാണ് നിങ്ങൾ പെറുക്കിക്കൊണ്ടിരിക്കുന്ന മന്ന. If you're worshiping God ദൈവത്തെ ആരാധിക്കുന്നത് only to get your meals, only for your family, നിങ്ങളുടെ only- ആവശ്യങ്ങളും കുടുംബത്തിന്റെ ആവശ്യങ്ങളും നടക്കാൻ മാത്രമാണെങ്കിൽ, so when you have a breakthrough, you sing hallelujah louder. ഓ അവിടെ ഒരു വിടുതൽ കിട്ടുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒച്ചത്തിൽ ഹല്ലേലൂയ പാടും. When you don't have answers to prayer, your hallelujah goes lower. നിങ്ങളുടെ ഉത്തരം കിട്ടുന്നില്ല പ്രാർത്ഥനയ്ക്കെങ്കിൽ
ഉടനെ ഹല്ലേലൂയയുടെ ആ ശക്തിയും കുറയും. So Sunday morning born again, Monday morning dead again. ഹല്ലേലൂയ. ഞായറാഴ്ച വരുമ്പോൾ വീണ്ടും ജനിച്ചവൻ, എന്നാൽ തിങ്കളാഴ്ച ആകുമ്പോഴേക്കും വീണ്ടും മരിച്ചവനാകും. Sunday morning born again, ഞായറാഴ്ച രാവിലെ വീണ്ടും ജനിച്ചവൻ, Monday morning dead again. തിങ്കളാഴ്ച രാവിലെ ആകുമ്പോൾ വീണ്ടും മരിച്ചവൻ. Friday, Good Friday, buried again. ഗുഡ് ഫ്രൈഡേ ദിവസം കുഴിച്ചിട്ടു. Are you with me? Hello. Saturday, ശനിയാഴ്ച you got to rise again. അവിടുന്ന് എഴുന്നേൽക്കേണ്ടതുണ്ട്. Because you have to go to church again. ഇനി ഞായറാഴ്ച പള്ളി പോകേണ്ടതാണ്. Why? എന്തുകൊണ്ട്? Otherwise Pastor Rajesh will come after you again. പാസ്റ്റർ രാജേഷ് ചോദിക്കും, നോക്കും, ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചെങ്കിലോ. Hello. ഓ ഹല്ലേലൂയ. You need to know. നിങ്ങൾ അറിയണം, Moses മോശ didn't wait to collect manna. മോശ അവിടെ നിന്ന് മന്ന പെറുക്കാൻ നിന്നില്ല. Moses went to meet the God of manna. മന്നയുടെ ദൈവത്തെ അന്വേഷിച്ച് മോശ മുകളിലോട്ട് കയറിപ്പോയി. Stand up to your feet. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. I want to give you a secret. ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. Look at this, look at this. This is a breakthrough. Verse 18. Verse 18. 18-ാം വാക്യം. Look at this, look at this, look at this. യോഹന്നാൻ 8:18. Look at this. Proverbs 8:18. സദൃശ്യവാക്യം 8:18. See what it says. ഇതെന്താ പറയുന്നത് ശ്രദ്ധിക്കുക. Riches, honor, durable riches, righteousness. All four things God brings it with him when you meet him. എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. ഇത് ദൈവത്തിന്റെ കരത്തിലുണ്ട് നിങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ. Every morning. എല്ലാ രാവിലെയും, Every morning. എല്ലാ പകൽ പ്രഭാതത്തിലും When you go to meet him, ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ whom are you going to meet? നിങ്ങൾ എന്താ ആരെയാ കാണാൻ പോകുന്നത്? To meet the president of the universe. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ പ്രസിഡന്റിനെ കാണാൻ പോവാ. The president of the universe visits Kerala, Cochin every day. ഈ ഭൂലോകത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ പ്രസിഡന്റ് കൊച്ചിയെ, കേരളത്തെ അനുദിനം പ്രഭാതത്തിൽ സന്ദർശിക്കുന്നു. The president of the universe, ഈ പ്രപഞ്ചത്തിന്റെ പ്രസിഡന്റ്, he visits the earth every day. എല്ലാ ദിവസവും ഭൂമിയിലേക്ക് കടന്നു വരിക. You may say, give me scripture. നമ്മൾ ചോദിക്കും, എവിടെയാ വചനത്തിലുള്ളത്? Genesis. ഉൽപ്പത്തി പുസ്തകം. God visited the earth. അവൻ ഭൂമിയെ സന്ദർശിച്ചു. God visited the earth. ഭൂമിയെ സന്ദർശിച്ചു. You're saying God visited? യെസ്. Okay. God visited the earth. ദൈവം ഭൂമിയെ സന്ദർശിച്ചു. He saw man. അവൻ മനുഷ്യരെ കണ്ടു. He saw the sin. അവിടുത്തെ പാപത്തെ കണ്ടു. And God is grieved. ദൈവത്തിന് ഏറെ വ്യസനമുണ്ടായി. And he says, അവൻ പറയുന്നത് എന്തെന്നാൽ, I will destroy humanity. ഈ മനുഷ്യവംശത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുമെന്ന് He's walking. ദൈവം പറയുന്നുണ്ട്. And he says, I will destroy. ഞാൻ നശിപ്പിച്ചു കളയും. The moment he says that, അവൻ അങ്ങനെ പറയുമ്പോൾ suddenly there's an aroma of worship comes from the house of Noah. അങ്ങനെ ഇരിക്കുമ്പോൾ ആരാധനയുടെ ഒരു നറുമണം നോഹയുടെ ഭവനത്തിൽ നിന്നും ഉയരുന്നത് ദൈവത്തിന് പിടികിട്ടി. Whole humanity എല്ലാ ജനങ്ങളും is living in sin. പാപത്തിൽ ജീവിക്കുക. But Noah എന്നാൽ നോഹയുടെ and his family, അവന്റെ കുടുംബവും they're seeking the president of the universe ഈ പ്രപഞ്ചത്തിന്റെ പ്രസിഡന്റിനെ അന്വേഷിച്ചുകൊണ്ട് ആരാധിക്കുകയാണ്. to worship the Father in spirit and in truth. ഓ ദൈവത്തിന്റെ ഈ പിതാവിനെ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുവാൻ. And God says, ദൈവം പറയുന്നു, ദൈവത്തിന് ആ പരിമളം ഇഷ്ടപ്പെട്ടു. അത് I love this. ഓ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. For this one man, ഈ ഒരു മനുഷ്യന് വേണ്ടി, for this one family, ഈ ഒരു കുടുംബത്തിന് വേണ്ടി I will not destroy the world. ഈ ലോകത്തെ ഞാൻ നശിപ്പിച്ച് കളയുകയില്ല എന്ന് ദൈവം പറഞ്ഞു. I want to challenge you. ഇന്ന് എനിക്ക് നിങ്ങളോട് ഉള്ള വെല്ലുവിളി ഇതാണ്. From tomorrow morning, നാളെ രാവിലെ തൊട്ട് 4 o'clock 4 മണിക്ക് to 5 o'clock, 5 മണി വരെ 1 hour 1 മണിക്കൂറെങ്കിലും of worship. ആരാധിക്കുവാൻ.
Why 4 o'clock? എന്തുകൊണ്ട് 4 മണിക്ക്? Before anybody prays on the public loudspeaker, God's people should be there to worship. ഈ ഭൂമിയിലേക്ക് എല്ലാവരും അത് ലൗഡ് സ്പീക്കർ വെച്ച് അല്ലെങ്കിൽ മൈക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ജനം ദൈവത്തെ അന്വേഷിക്കണം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Before മറ്റാരും ചെയ്യുന്നതിനേക്കാൾ മുമ്പ് anybody rings the bell, മറ്റാരെങ്കിലും പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് God's people ദൈവജനം will be with the president of the universe. ദൈവത്തിന്റെ ജനം ഈ പ്രപഞ്ചത്തിന്റെ പ്രസിഡന്റിനോടൊപ്പം ആയിരിക്കണം. Tomorrow onwards, നാളെ തൊട്ട് pastor, tomorrow onwards, നാളെ തൊട്ട് come pastor, are you with me? Can you get your other pastors also? Lift your hands. I'm not asking you go in the morning for your food. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ വെളുപ്പിനെ എണ്ണീറ്റ് നിങ്ങളുടെ ഭക്ഷണത്തിന് തയ്യാറാകണം എന്നല്ല. You're not going for anointing. നിങ്ങൾ ഒരു അഭിഷേകത്തിന് വേണ്ടിയിട്ടല്ല പോകുന്നത്. You're not going for breakthrough. നിങ്ങൾക്ക് ഒരു വിടുതലിന് വേണ്ടിയിട്ടല്ല. 1 hour, 1 മണിക്കൂർ, only 1 hour. 1 മണിക്കൂർ മാത്രം. Now you may be more spiritual, you'll do 2 hours, you can do it. ആത്മീയമായിട്ട് ചിലരുണ്ട്, അവർക്ക് 2 മണിക്കൂർ ചെയ്യണം എന്ന് തോന്നുന്നത് You ചെയ്തോ. can do 3 hours also. 3 മണിക്കൂർ ചെയ്യേണ്ടവർ ചെയ്തോ. But 4 to 5, എന്നാൽ 4 തൊട്ട് 5 മണി വരെ before anybody shouts on the loudspeaker, God's people are worshiping the King of Kings and the Lord of Lords. മറ്റുള്ള ഏതെങ്കിലും ജാതികള് ലൗഡ് സ്പീക്കർ വെച്ച് പ്രാർത്ഥനകൾ തുടങ്ങുന്നതിന് മുമ്പേ ദൈവജനം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. Are you ready? റെഡിയാണോ? Are you ready? തയ്യാറാണോ? Ready ano? Pastors, ആമേൻ. one pastor told me, ഒരു പാസ്റ്റർ പറയുകയുണ്ടായി, my ministry, I work so late, can't I get up at 8 o'clock? ഞാൻ പാതിരാത്രി വരെ ശുശ്രൂഷ ചെയ്യുന്നവനാണ്, അതുകൊണ്ട് രാവിലെ 8 മണിക്ക് എണ്ണീറ്റാ പോരെ എന്ന് ചോദിച്ചു. I told him 8 o'clock you get bonda, you don't get manna. രാവിലെ 8 മണിക്ക് ചെന്നാൽ ബോണ്ടേ കിട്ടത്തുള്ളൂ, ദൈവത്തിന്റെ മന്ന കിട്ടത്തില്ല എന്ന് പറഞ്ഞു. See verse 8. 8-ാം വാക്യം കാണുക. Proverbs 18 verse 8. സദൃശവാക്യങ്ങൾ 18 8-ാം വാക്യം. I prophesy over you, pastor. ഇന്ന് നമ്മുടെ പാസ്റ്ററിന്റെ മേൽ ഈ ദൈവദാസൻ പ്രവചിക്കുകയാണ്. No. Yeah, Proverbs 8:18. 8:18. Riches, ധനവും. hey, come on, Shoba, what never God showed me, ദൈവം കാണിച്ചു your sacrifice. പാസ്റ്ററിന്റെ ആയിട്ടുള്ള ത്യാഗം. They have to hear this. ഇത് കേൾക്കുക. Nobody knows the sacrifice this man and his family has done. ഈ മനുഷ്യനും അദ്ദേഹത്തിന്റെ കുടുംബവും ചെയ്ത ആ ത്യാഗം ഒരു മനുഷ്യരും കണ്ടിട്ടില്ല. The shame, the rejection, അവർക്കുണ്ടായ മാനക്കേടുകൾ, നാണക്കേടുകൾ ആരും കണ്ടിട്ടില്ല. and the Lord is saying, ദൈവം പറയുകയാണ്, the days of your preparations are over. ഇതുവരെ തയ്യാറായിക്കൊണ്ടിരുന്നത് തീർന്നു എന്ന് ദൈവം പറയുകയാണ്. The days, the season is come. It's not coming, it's come. ആ സീസൺ It's ഇവിടെ തന്നെ come. വന്നു കഴിഞ്ഞു. It's വരികയാണ്. come. അത് വന്നു കഴിഞ്ഞു. You are a man of worship. നീ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. You spend time with God alone. ദൈവവുമായിട്ട് ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. People misunderstand you. Where are you? അതുകൊണ്ട് പലരും വിചാരിക്കും നീ എവിടെയാണ്. But he is in the presence of God. എന്നാൽ നിങ്ങൾ അറിയണം, അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിലാണ്. God showed me ദൈവം കാണിച്ചു തന്നു 4 things 4 കാര്യങ്ങൾ കാണിച്ചു. for you, പാസ്റ്ററിന് വേണ്ടി, for your family, പാസ്റ്ററിന്റെ കുടുംബത്തിന് വേണ്ടി, for the church, സഭയ്ക്ക് വേണ്ടിയിട്ട്, and for everyone. ഇവിടെ കൂടിയിരിക്കുന്ന Lift എല്ലാവർക്കും your വേണ്ടി. hands. കരങ്ങൾ ഉയർത്തുക. Riches, ധനവും honor മാനവും are with me, says God.
എന്നോട് കൂടെ ഉണ്ടെന്ന് ദൈവം Look പറയും. at the scripture. Look at the scripture. ഈ വചനത്തിലേക്ക് നോക്കുക. Don't close your eyes. കണ്ണുകൾ അടയ്ക്കാൻ പറഞ്ഞില്ല. Don't pray. Don't pray. Don't ഇപ്പോൾ pray. പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. This is the time to receive. ഈ സമയം നിങ്ങൾ സ്വീകരിച്ചെടുത്തോണം. Because if you pray and clap and say hallelujah, you will miss it. നിങ്ങൾ പ്രാർത്ഥിക്കുകയും കൈയടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് നഷ്ടപ്പെട്ടു പോകും. Riches, ധനവും honor മാനവും are with me. എന്റെ പക്കലുണ്ട്. What does it mean? അതിന്റെ അർത്ഥം എന്താണ്? Every morning, ദൈവം പറയുകയാണ് എല്ലാം പ്രഭാതത്തിലും the president of the universe, ഈ പ്രപഞ്ചത്തിന്റെ പ്രസിഡന്റ് he visits Cochin കൊച്ചിയിലേക്ക് സന്ദർശിക്കുന്നു. every day. എല്ലാ ദിവസവും He visits അദ്ദേഹം വരുന്നു. with riches, ധനവും with honor. മാനവും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. Now look at me, look at me, look at me. ഇതിലേക്ക് നോക്കുക. What he brings with him, ദൈവം തന്റെ കയ്യിലൂടെ കൊണ്ടുവരുന്നത് he does not take it back. അവൻ തിരികെ കൊണ്ടുപോകുന്നില്ല. Come on! I'll give you scripture. ദൈവവചനം നിങ്ങൾക്ക് തരാം. When God gave manna, ദൈവം മന്ന തന്നപ്പോൾ he didn't say, oh, extra manna, we'll put it in the fridge in heaven and I'll give it to you tomorrow. നാളത്തേക്ക് ഇത് തരാൻ വേണ്ടി സ്വർഗത്തിലെ ഫ്രിഡ്ജില് ഈ അധികം വന്നത് ഇടാന്ന് ദൈവം പറഞ്ഞില്ല. Listen to this. ശ്രദ്ധിക്കുക. The oxygen you breathe നമ്മളിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വായു ഓക്സിജൻ is never recycled. It's a fresh oxygen from heaven. സ്വർഗത്തിൽ നിന്നും എല്ലാ ദിവസവും പുതുതായിട്ട് നൽകപ്പെട്ടതാ, അല്ലാതെ അത് വീണ്ടും Hallelujah! റീസൈക്കിൾ ചെയ്യുന്നതല്ല. All four ഈ നാലും riches, ധനവും honor മാനവും are with me. എന്റെ പക്കലുണ്ട്. Durable riches. പുരാതന സമ്പത്തും. What is durable riches? പുരാതന സമ്പത്ത് എന്താണ്? Is the character. അത് സ്വഭാവമാണ്. That means, അതിന്റെ അർത്ഥം, that means, അത് നിങ്ങളെ it means you will never sell your birthright for riches or honor. അതിന്റെ അർത്ഥം ഒരു ശുദ്ധീകരണ സ്വഭാവമാണ്. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം ഈ ധനത്തിന് വേണ്ടിയോ മാനത്തിന് വേണ്ടിയോ നിങ്ങൾ വിൽക്കുകയില്ല. That means അതിന്റെ അർത്ഥം എന്തെന്നാ, there'll never be pressure on ministry. Give me some money, give me some food, give me this. ഈ ശുശ്രൂഷയില് ഒരിക്കലും കുറച്ച് കാശ് തരണം, കാശ് വേണം എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരത്തില്ല. You are, wait. ശ്രദ്ധിക്കുക. You are നിങ്ങൾ modern day Joseph. ഇന്നത്തെ കാലത്തെ ഈ കാലത്തെ യോസേഫുമാരാണ്. People will come to you. ജനങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരും. Churches will come to you. സഭകൾ നിങ്ങളുടെ അടുത്തോട്ട് വരും. Ministries will come to you. ശുശ്രൂഷകർ നിന്റെ അടുത്തോട്ട് വരും. Say, give us the bread. സാറേ ഞങ്ങൾക്ക് Give us the revelation. ഞങ്ങൾക്ക് റൊട്ടി തരണം, അല്ലെങ്കിൽ Give us the blessing. വെളിപ്പാട് തരണേ, അനുഗ്രഹം തരണമേ എന്ന്. Only because എന്തെന്നാൽ you have been faithful seeking the president of the universe. അദ്ദേഹം വിശ്വസ്തനായി പ്രപഞ്ചത്തിന്റെ Oh, പ്രസിഡന്റ് yeah. അന്വേഷിക്കുന്നത് കൊണ്ടാണ് നിരന്തരം. Ah! You've been in prison. You've been in like prison. ഒരു കാരാഗ്രഹ അനുഭവത്തിലായിരുന്ന അവസ്ഥകളുണ്ട്. People rejected you. പലരും നിന്നെ ഉപേക്ഷിച്ച സമയമുണ്ട്. You did good to people. നീ നല്ലത് അവർക്ക് വേണ്ടി ചെയ്തെങ്കിലും In your time of need, ഒരാവശ്യം വന്നപ്പോൾ they forgot who you are. അവര് മറന്നുപോയി നീ ആരാണ്. God is showing me your life. ദൈവം പാസ്റ്ററുടെ ജീവിതം കാണിച്ചു കൊടുക്കുക അദ്ദേഹത്തിന്. Are you ready for the challenge? ഈ വെല്ലുവിളിക്ക് നിങ്ങൾ തയ്യാറുണ്ടോ? Pastor, lift your hands. I want you to gather around him. Lift his hands. How many are we going to be? Commit yourself to the vision of seeking the
president of the universe. പ്രപഞ്ചത്തിന്റെ പ്രസിഡന്റിനെ അന്വേഷിക്കാനുള്ള ഒരു ദർശനത്തിൽ എത്ര പേർ ഇന്ന് ഈ ഇതിന്റെ അകത്ത് സമർപ്പണമുണ്ട്? എത്ര പേർക്ക്? That means അതിന്റെ അർത്ഥം even on Sunday morning, ഞായറാഴ്ച രാവിലെകളിലും, even if you go on holiday, നിങ്ങൾ ഒരു ടൂറിന് പോകുകയാണെങ്കിലും, even if you sleep at 12 o'clock, 12 മണിക്ക് രാത്രി കിടന്നവരാണെങ്കിൽ, morning 4 o'clock 4 മണി വെളുപ്പിനെ is your appointed time with the president of universe. ഈ പ്രപഞ്ചത്തിന്റെ പ്രസിഡന്റുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഉള്ള സമയമാണ്. Listen. ശ്രദ്ധിച്ചു കേൾക്കുക. Hello. ശ്രദ്ധിക്കുക. Don't miss this instruction. ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. This is not saying get up at 4 o'clock in the morning and get in the spiritual warfare. This is not warfare. ഇത് രാവിലെ എഴുന്നേറ്റ് ആത്മീയ യുദ്ധം ചെയ്യാനല്ല പറയുന്നത്. This is only worship. ഇത് ആരാധന മാത്രമാണ്. In the last of the last days, അവസാനത്തിന്റെ അവസാന നാളുകളിൽ God is restoring the tabernacle of David. ദാവീദിന്റെ ആലയം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയം ദൈവം തിരികെ കൊണ്ടുവരിക, കൂടാരം തിരികെ കൊണ്ടുവരിക. In the last of the last days, അവസാനത്തിന്റെ അവസാന ദിവസങ്ങളിൽ the warfare in the world is going to be a warfare of worship. ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ് ഈ അവസാന നാളുകളിൽ ഈ ലോകത്ത് നടക്കാൻ പോകുന്നത്. Look at me. ശ്രദ്ധിക്കുക. What is gay movement? ഇപ്പോൾ Gay. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗേ എന്ന മൂവ്മെന്റ് അല്ലെങ്കിൽ People worship their own body. അവരവരുടെ ശരീരത്തെ തന്നെ What is lesbianism? ആരാധിക്കുന്ന അല്ലെങ്കിൽ just- സ്ത്രീകളുമായിട്ടുള്ള People അവസ്ഥകൾ, just worship their own lust. അവരുടെ തന്നെ ആസക്തികളെ ആരാധിക്കുന്നതിന്റെ What is അവസ്ഥകളാണ്. happening in the business world? ലോകത്തിലെ ബിസിനസ്സിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? People are worshiping money. ആരാധിക്കുന്നത് അവര് ധനത്തെയാണ്. What is pornography? ലൈംഗികരമായ അല്ലെങ്കിൽ തെറ്റായ കാഴ്ചകൾ കാണുന്നത്. What is pornography? It is worshiping your own lust. നിങ്ങളുടേതായിട്ടുള്ള ആസക്തികളെ ആരാധിക്കുന്ന അവസ്ഥകളാണ്. The last of the last days അവസാനത്തിന്റെ അവസാന നാളുകളിൽ is a warfare of worship. ഇതൊരു ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ യുദ്ധം നടക്കുകയാണ്. You can be saved. നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം. You can remain sanctified. നിങ്ങൾക്ക് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കാം. You can remain in the perfect will of God. ദൈവത്തിന്റെ പൂർണ്ണമായ ഹിതത്തിൽ നിലനിൽക്കുക ചെയ്യാം. It's only when you worship Him. അത് നടക്കുന്നത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമാണ്. 2 more minutes. Look here, look here, look here. ശ്രദ്ധിക്കുക. Holy Spirit, just drop this revelation. പരിശുദ്ധാത്മാവ് ദൈവമേ ഇവിടെ ആ വെളിപ്പാട് കൊണ്ടുവരണമേ. David says, ദാവീദ് പറഞ്ഞു, as the deer pants for the water, മാൻ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ so my soul longs for you. എന്റെ ആത്മാവ് അങ്ങേക്കായി കാംക്ഷിക്കുന്നു. I used to think, ഞാൻ വിചാരിച്ചിരുന്നത്, oh, deer is very thirsty for water. ആ മാൻപേടയ്ക്ക് വെള്ളം കുടിക്കാൻ വളരെയധികം ദാഹമായിരുന്നു. It's nothing to do with thirst. അവിടെ ദാഹവുമായിട്ട് ഒരു ബന്ധമില്ല അവിടെ പറയുമ്പോൾ. Here is the Holy Spirit told me. പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നതാണ്, Deer in the jungle, ആ കാട്ടിലെ മാൻ, the wolves, the leopard, the lion, everybody is chasing this deer. ഈ ചെന്നായ്ക്കളും ഈ പുലിയും സിംഹങ്ങളും ഒക്കെ ഈ മാനെ ആക്രമിക്കാൻ വരികയാണ്. To kill, അതിനെ കൊന്നുകളയാൻ വരികയാണ്. to steal, അതിനെ എടുത്ത് കൊണ്ടുപോകാൻ to വരിക, destroy. അതിനെ നശിപ്പിച്ചു കളയാൻ So വരുന്ന this deer is running, ഈ മാൻപേട ഓടുകയാണ്. and this deer is looking for water. അവിടെ വെള്ളത്തിലേക്ക് നോക്കുകയാണ് ഈ മാൻപേട. I asked the Holy Spirit, പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, reveal to me. അതൊന്ന് വെളിപ്പെടുത്തണമേ. This is not in the Google search. ഇത് ഗൂഗിൾ സെർച്ചിൽ കാണത്തില്ല. This is not from somebody's book. ആരെങ്കിലും പുസ്തകത്തിൽ എഴുതിയാ When കിട്ടത്തില്ല. you go and meet the president, he will give you revelations. ഈ പ്രസിഡന്റ് ദൈവത്തെ കാണുമ്പോൾ അവനെ കണ്ടുമുട്ടുമ്പോൾ ഈ വെളിപ്പാടുകൾ കടന്നു വരും. And the Holy Spirit told me, പരിശുദ്ധാത്മാവ് പറഞ്ഞു, deer ഈ is മാൻപേട looking for water. വെള്ളത്തെ നോക്കുകയാണ്. It may be a pond, അതൊരു കുളമായിരിക്കാം, it may be a river, അതൊരു ആറായിരിക്കാം, it may be a sea. അതൊരു കടലായിരിക്കാം. It doesn't matter. അതിനൊരു വിഷയമല്ല. It jumps into the water. ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക. I asked the Holy Spirit, പരിശുദ്ധാത്മാവോട് ചോദിച്ചു,
Why does the deer jump in the water? ഈ മാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നത് എന്തിനാണ്? Don't miss this. ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. The leopard is chasing. ഈ പുലി ഓടി വരികയാണ്. The wolves are chasing. ഈ ചെന്നായ്ക്കൾ ഓടിച്ചു വിടുക. Deer is faster than all of them. ഈ മാന് ഇതിനേക്കാളും ഒക്കെ സ്പീഡുണ്ട്. But because deer is in the water, എന്നാൽ വെള്ളത്തിലേക്ക് ചാടുമ്പോൾ the smell of the skin of deer is killed in the water. ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മാനിന്റെ മേലുള്ള ആ മണം നഷ്ടപ്പെട്ടു പോവുകയാണ്. When you go in the presence of God, ദൈവ സന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ, in the river of life, ദൈവത്തിന്റെ ജീവനുള്ള നദിയിലേക്ക് കടക്കുമ്പോൾ, he who dwells in the shadow of Almighty, അത്യുന്നതന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ, even the 1,000 fall on your left, 10,000 on your right, but it shall not come near you. നിന്റെ വലതു ഭാഗത്ത് 1000 10,000 വീണാലും അത് നിന്റെ അടുത്തേക്ക് വരികയില്ല എന്ന് പറഞ്ഞു. Because you love me, says the Lord, നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ന് ദൈവം I will പറയുന്നു. show you long life and salvation. ഓ, നിന്നെ ഞാൻ ദീർഘായുസ്സ് നൽകിയും എന്റെ രക്ഷ നിനക്ക് കാണിക്കുമെന്ന് ദൈവം പറയുന്നു. When you seek His presence, ദൈവത്തിന്റെ സാന്നിധ്യം അന്വേഷിക്കുമ്പോൾ, not for money, ധനത്തിന് not വേണ്ടിയിട്ടല്ല, for anointing, അഭിഷേകത്തിന് not for വേണ്ടിയിട്ടല്ല, church growth, ഈ സഭ വളരാൻ വേണ്ടിയിട്ടല്ല, but only to worship the Father. ഓ പിതാവിനെ ആരാധിക്കുവാൻ വേണ്ടി മാത്രം. Lift your hands. കരങ്ങൾ ഉയർത്തുക. How many will get up in the morning? രാവിലെ 4 മണിക്ക് എത്ര പേര് എഴുന്നേക്കും? Pastor, what never happened in the history of Kerala, even in Apostle Thomas's time. തോമസ് ലീയ കേരളത്തിലേക്ക് വന്ന സമയത്ത് പോലും നടക്കാത്ത കാര്യം. Listen to this, listen to this. ഇത് ശ്രദ്ധിച്ചു കേട്ടോ. Even in Apostle Thomas's time it didn't happen. തോമസ് ലീയ ഈ കേരളത്തിലേക്ക് വന്ന സമയത്ത് നടക്കാത്ത കാര്യങ്ങൾ പോലും It's going to happen now in your ഇതിപ്പോൾ ministry. സംഭവിക്കുകയാണ്. ഈ ശുശ്രൂഷ വഴി സംഭവിക്കുകയാണ്. I'll tell you what's happening. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. Lift your hands, please. കരങ്ങൾ ഉയർത്ത്. No, not you. പാസ്റ്റർ മാത്രം. Pastor Rajesh. 1 hour. 4 to 5. 1 മണിക്കൂർ. Lift your hands. 4 തൊട്ട് 5 വരെയുള്ള സമയം. Lift your hands. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 15 pastors. 15 പാസ്റ്റർമാർ. Tomorrow morning, നാളെ രാവിലെ തൊട്ട് 15 hours of worship. 15 മണിക്കൂറാണ് ആരാധന നടക്കുന്നത്. Wait. In 1 month, ഒരു മാസത്തില് 450 hours of worship. 450 മണിക്കൂറുകൾ നടക്കുകയാണ് ആരാധന. Only 15 pastors. 15 പാസ്റ്റർമാരെ മാത്രം വെച്ച് നോക്കുമ്പോൾ, You take their wives, അവരുടെ ഭാര്യമാരെ നോക്കുമ്പോൾ it'll be double. അത് ഇരട്ടിയാവും. And now if you do it, എന്നാൽ ഇപ്പോൾ അത് ചെയ്താൽ, നമ്മൾ ഓരോരുത്തരും ചെയ്താൽ, let's say, who's good in maths? 1,000 people tomorrow 1000 പേര് ഈ കൂട്ടത്തില് നാളെ ചെയ്താൽ worship God. ആരാധിക്കുന്ന ദൈവത്തെ. That means അതിന്റെ അർത്ഥം from Cochin, കൊച്ചിയിൽ നിന്നും 1,000 hours of worship. 1000 മണിക്കൂർ ആരാധന നടക്കുക. In 1 month, ഒരു മാസത്തിൽ 1,000 into 30, 30,000 hours. 30,000 മണിക്കൂർ ആരാധന നടക്കുക. How many of you know when you worship God, നിങ്ങൾക്ക് glory എത്ര പേർക്ക് comes? അറിയാം, ദൈവത്തെ ആരാധിക്കുമ്പോൾ When you worship God, glory comes. ദൈവത്തിന്റെ മഹത്വം വരുന്ന എത്ര പേർക്ക് അറിയാം? I have seen ഞാൻ കണ്ടിട്ടുണ്ട്. in our church. നമ്മുടെ സഭയിൽ We've been doing it for quite some time now. ഇപ്പോൾ കുറച്ച് കാലമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We have some superstars in the church. ചില സൂപ്പർ സ്റ്റാറുകളുണ്ട് സഭയിൽ. The movie stars. Even they get up at morning, 4 o'clock. സിനിമാ നടന്മാർ പോലും, അവർ പോലും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുകയാണ്. Politicians get up. രാഷ്ട്രീയക്കാർ എഴുന്നേൽക്കുന്നുണ്ട്. Businessmen get up. ബിസിനസ്സുകാർ എഴുന്നേൽക്കുന്നുണ്ട്. One businessman told me, സഭയിലുള്ള ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞത് എന്തെന്നാൽ, in 1 year, ഒരു വർഷത്തിൽ
just by worshiping God 4 to 5. 4 തൊട്ട് 5 മണി വരെ ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് മാത്രം His business turnover went 100 crores. 100 കോടി വിറ്റുവരവ് അദ്ദേഹത്തിന്റെ കമ്പനിയിലുണ്ടായി. Why? എന്തുകൊണ്ടാ? Garden of Eden. ഏദൻ തോട്ടം. Adam rested. ആദം അവിടെ വിശ്രമിച്ചു. God works. ദൈവം അവിടെ പ്രവർത്തിക്കുന്നു. So when you have no work, പണിയൊന്നും ഇല്ലെങ്കിലും, when you have no work, നിങ്ങൾക്ക് പണിയൊന്നും ഇല്ലെങ്കിലും what will you do? നിങ്ങൾ എന്ത് വിചാരിക്കും? Only worship. ആരാധിച്ചുകൊണ്ടിരിക്കണം. In heaven, സ്വർഗത്തിൽ only worship. ആരാധന മാത്രമാണ്. What are you doing? നിങ്ങൾ എന്താ We ചെയ്തുകൊണ്ടിരിക്കുന്നത്? are preparing ourselves to bring heaven on earth. നാം ഓരോരുത്തരും ഇത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ തയ്യാറാക്കുകയാണ് Lift your ഭൂമിയിലേക്ക് സ്വർഗത്തെ കൊണ്ടുവരുവാൻ. Lift your hands. കരങ്ങൾ ഉയർത്തുക. Father, പിതാവേ സ്തോത്രം. Father, പിതാവേ, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ I ask today ഞാൻ ചോദിക്കുന്നു, രാത്രി that your anointing of worship will come upon the church, ആരാധനയുടെ ഒരു അഭിഷേകം ഈ സഭയ്ക്കകത്ത് ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. upon the pastors, പാസ്റ്റർമാരുടെ upon their wives, അവരുടെ ഭാര്യമാരുടെ മേൽ, upon the congregation, ഈ സഭയുടെ മേൽ, upon businessmen, ബിസിനസ്സുകാരുടെ മേൽ, upon women, സ്ത്രീകളുടെ upon മേൽ, young people. ചെറുപ്പക്കാരുടെ മേൽ, Everyone will be a worshipper. ഇവിടെയുള്ള എല്ലാവരും ആരാധിക്കുന്നവരായി മാറും. From tomorrow morning, നാളെ രാവിലെ തൊട്ട് there'll be 1,000 hours of worship come ആയിരക്കണക്കിന് ആരാധന മണിക്കൂറുകൾ യേശുവിന്റെ നാമത്തിൽ from Cornerstone Ministries, കോർണർസ്റ്റോൺ സഭയ്ക്കകത്ത് നിന്നും from Cochin. കൊച്ചിയിനകത്ത് നിന്നും There will be tens of thousands of hours of worship 1000-10,000 മണിക്കൂറുകൾ ദിവസവും ആരാധിക്കുന്നു. on this Good Friday. ഈ ഗുഡ് ഫ്രൈഡേ We dedicate ourselves. ഞങ്ങൾ അത് സ്വീകരിക്കുന്നു. കർത്താവേ, You are the conqueror, കർത്താവേ, ഞങ്ങൾ എല്ലാത്തിലും ജയിച്ചവനാണ്. but you called us to be more than the conqueror. എന്നാലും ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് അതിനേക്കാളും ഏറെ ആയിരിക്കുവാൻ. Kingdom of heaven is inside of us. ദൈവരാജ്യം ഞങ്ങളുടെ ഉള്ളിലായിരിക്കുന്നു. Righteousness is inside of നീതി us. ഞങ്ങളുടെ ഉള്ളിലായിരിക്കുന്നു. Joy is inside of us. സന്തോഷം ഞങ്ങളുടെ ഉള്ളിലായിരിക്കുന്നു. Blessing is inside of us. അനുഗ്രഹം ഞങ്ങളുടെ We ഉള്ളിലായിരിക്കുന്നു. are free indeed. ഞങ്ങൾ സ്വതന്ത്രരാണ്. On this Good ഈ Friday, ഗുഡ് ഫ്രൈഡേ ദിവസം we dedicate ourselves. ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. On that day, ഈ ദിവസം തന്നെ you laid your life down. നീ നിന്റെ ജീവൻ വെച്ചെങ്കിൽ On this Good ഈ Friday, ഗുഡ് ഫ്രൈഡേ നാളിൽ we lay our life down ഞങ്ങളുടെ ജീവിതവും അതുപോലെ to സമർപ്പിക്കുന്നു. be carriers of the Holy Ghost, പരിശുദ്ധാത്മാവിന്റെ ഭാരം, to be carriers of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വാഹനം, In the name of Jesus, യേശുവിന്റെ നാമത്തിൽ we release a season of worship, ഓ ഞങ്ങള് ഒരു ആരാധനയുടെ ഒരു സമയം, season of prosperity, riches, ധനവും honor, മാനവും enduring riches, പുരാതന സമ്പത്ത്, righteousness നീതിയും will be a lifestyle for Cornerstone Church. ഞങ്ങളുടെ ജീവിത രീതിയായി ഈ കോർണർസ്റ്റോൺ സഭയുടെ ജീവിത രീതി In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ In the നാമത്തിൽ, name of Jesus. യേശുവിന്റെ നാമത്തിൽ. I will count 1 to 3. 1, 2, 3 I will count 1 to 3. 1, 2, 3 അദ്ദേഹം പറയും. You have to give a victory shout. ജയത്തിന്റെ ഒരു കാഹളം മുഴക്കണം. That means you're telling God, I'm ready. നിങ്ങൾ ദൈവത്തോട് പറയുന്നതാണ് ഇതുവഴി ഞാൻ തയ്യാറാണ് ദൈവമേ എന്ന്. Are you ready? എത്ര പേർ തയ്യാറാ? That means all the laziness will go, toxin will go, every sin നമ്മുടെ will go, ശരീരത്തിന്റെ മടിയും വേണ്ടാത്തതെല്ലാം വിട്ടുപോക്കോളും. all the self-pity will go. ഓ യെസ്, Self-pity, സ്വയാനുകമ്പയൊക്കെ മാറിപ്പോക്കോളും. everything will go. എല്ലാം വിട്ടുപോക്കോളും. You breathe out all those things ഈ സാധനങ്ങൾ നെഗറ്റീവായിട്ട് നിൽക്കുന്നതെല്ലാം by പുറത്തോട്ട് giving a shout. ഈ ഒച്ചെടുക്കുമ്പോൾ ദൈവം അത് സാധിപ്പിക്കും. When we give victory shout, ഈ ജയത്തിന്റെ കാഹളം, the walls come down. മതിലുകൾ പൊളിഞ്ഞു പോകുന്നു. I prophesy ഇന്ന് ഞാൻ പ്രവചിക്കുന്നു in Jesus' name. യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു. When you give a shout, നിങ്ങൾ ഇന്ന് ഒച്ചെടുക്കുമ്പോൾ all the walls will come down. നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന മതിലുകൾ Are you ready? പൊളിഞ്ഞു പോകും. Are you ready? തയ്യാറാണോ? 1, 2, 3.
hands together, church. Come on, thank Jesus once again. Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Lord. Stretch your hands toward this wonderful servant of the Lord. Hallelujah. Father, we thank you, Lord, for releasing your word through your servant tonight. We give you glory and honor. Thank you for the grace and the gift, Lord, that you have placed inside of him to speak forth prophetically and to minister forth under the anointing. Thank you for sending us the word that comes from heaven. We receive it, Lord. Every prophecy, every word, we receive it with thanksgiving this night. And we thank you for it, oh God. Continue to bless your servant and his family and his church and ministry, Lord. We give you glory and honor. Lift your hands. Thank the Lord for this wonderful servant. Ask the Lord to continue to bless him, preserve him, continue to use him mightily for the kingdom. Whoa, thank you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Lord. In Jesus' name. Servant of God, thank you so much. Thank you. Thank you. Thank you. Hallelujah.